بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മളിവിടെ ഓരോ ആഴ്ചകളിലും പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉത്തമമായ അവൻ്റെ നാമങ്ങളാണ്. ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ അവ്വൽ, അതേപോലെ അൽ ആഖിർ എന്നീ പേരുകളാണ്. ഇങ്ങനെ രണ്ട് പേരുകൾ ഇവിടെ ഇന്ന് തിരഞ്ഞെടുക്കാൻ കാരണം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചേർത്ത് പറയേണ്ട നാമങ്ങളുണ്ട്. അൽ അവ്വൽ, അൽ ആഖിർ, അതേപോലെ അൽ മുഖദ്ദിം, അൽ മുഅഖിർ, അൽ ഖാബിദ്, അൽ ബാസിത്ത്, ഇങ്ങനെ അൽ-ബാഹിർ, അൽ ബാത്തിൻ തുടങ്ങിയ പേരുകൾ. ഈ പേരുകൾ പറയപ്പെട്ടതുപോലെ ഒന്നൊന്നിനോട് ചേർത്താണ് പറയേണ്ടത്. അള്ളാഹുവിൻ്റെ പേരുകളൊക്കെ അത്യുത്തമമായ പേരുകളാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അവയിൽ തനിച്ച് പറഞ്ഞാൽ ആശയവും അർത്ഥവും പൂർണ്ണമാകുന്ന പേരുകളുണ്ട്. ചില പേരുകൾ തനിച്ച് പറയുമ്പോഴല്ല അർത്ഥത്തിന് പൂർണ്ണത, ഒന്നൊന്നിനോട് ചേർത്ത് പറയുമ്പോഴാണ് അർത്ഥത്തിന് പൂർണ്ണത. അതിൻ്റെ തേട്ടം അത് പൂർണ്ണമായി മനസ്സിലാക്കാനും അതേപോലെ തന്നെ സ്ഥിരീകരിക്കുവാനും സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അൽ അവ്വൽ, അൽ ആഖിർ എന്നീ പേരുകളെ ചേർത്ത് ഒരു വിഷയമായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അൽ അവ്വൽ, അൽ ആഖിർ എന്നീ പേരുകൾ
ഒരു പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് ഹദീദിൽ അതിൻ്റെ 3-ാമത്തെ വചനം, ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. എന്താ അൽ അവ്വൽ, അൽ ആഖിർ എന്നീ പേരുകൾ അർത്ഥമാക്കുന്നത്? അൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അത് ഹദീസിൽ അതിൻ്റെ വിശദീകരണം വന്നു. അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈ. അല്ലാഹുവേ, നീയാകുന്നു അൽ അവ്വൽ, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. അപ്പൊ അള്ളാഹുവിന് മുമ്പ് ഇവിടെ യാതൊന്നുമില്ല. അള്ളാഹുവിൻ്റെ അഗ്രേസരത്വം, അതാണ് അൽ അവ്വൽ എന്ന പേരർത്ഥമാക്കുന്നത്. അൽ ആഖിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അന്തിമനാണ്. അള്ളാഹുവിന് ശേഷം ഒന്നുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈഉൻ. അള്ളാഹു, നീയാകുന്നു അൽ ആഖിർ, അന്തിമൻ, നിനക്ക് ശേഷം യാതൊന്നുമില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ ഇരുനാമങ്ങൾ അൽ അവ്വൽ, അൽ ആഖിർ, അത് വിശുദ്ധ ഖുർആനിൽ വന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഉണർത്തിയത്. ഇനി ചില തിരുമൊഴികൾ ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇമാം മുസ്ലിം സഹീഹിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, ഇമാം ഇബ്നു മാജ സുനനിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിവേദനം, ഒരു ചരിത്ര സംഭവമാണ്. അതത് ഫാത്തിമത്തു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വ അർദാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്തിനാ വന്നത്? തസ്അലുഹു ഖാദിമൻ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്നത് ഒരു ഭൃത്യനെ ചോദിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്ക് വീട്ടിൽ വേലയ്ക്ക് സഹായിക്കുവാൻ ഖിദ്മത്തിന് ഒരു ഖാദിമിനെ, സേവകനെ ചോദിച്ചുകൊണ്ടാണ് വന്നത്. ഫഖാല ലഹ, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം ഫാത്തിമയോട് ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, മാ ഇൻദി മാ ഉഅ്തീക്. മോളെ, നിനക്ക് ഒരു സേവകനെ നീ ചോദിച്ചു, പക്ഷെ അത് തരാൻ ഉപ്പൻ്റെ അടുത്തില്ല, ഉപ്പാന്റെ കയ്യിൽ ഒരു സേവകൻ ഇല്ല. അപ്പൊ ഫറജഅത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മടങ്ങി. ഫഅതാഹ ബഅദ ദാലിക് ഫഖാൽ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം പിന്നെ ഫാത്തിമയെ സന്ദർശിച്ചു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് മടങ്ങി ചെന്നിട്ട് തിരുനബി അവരോട് പറഞ്ഞു, അല്ലദീ സഅൽതി അഹബ്ബു ഇലൈക് ഔ മാ ഹുവ ഖൈറുൻ മിൻ. ഫാത്തിമ, നിങ്ങൾ ചോദിച്ചതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതല്ല അതിനേക്കാൾ ഉത്തമമായത് ആണോ? ഇത് ചോദിച്ചു റസൂലുള്ളാഹി. നിങ്ങൾ ചോദിച്ചതെന്താണ്? ഒരു ഖാദിമിനെയാണ്. അതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതല്ല അതിനേക്കാൾ ഉത്തമമായത് വല്ലതും നിങ്ങൾക്ക് വേണോ? അത് ചോദിച്ചു. അപ്പൊ ഹദീസിൽ കാണാം, ഫഖാല ലഹ അലിയുൻ. ഫാത്തിമന്റെ ഭർത്താവ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അർദാഹ്, അദ്ദേഹം ഫാത്തിമയോട് പറഞ്ഞു, ഖൂലില ബൽ മാ ഹുവ ഖൈറുൻ മിൻ. ഫാത്തിമ, ഉപ്പനോട് പറ, ഞാൻ ചോദിച്ചതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്, അതിനേക്കാൾ ഉത്തമമായത്, ശ്രേഷ്ഠമായത് എനിക്ക് വേണം എന്ന് പറയാൻ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അതിനേക്കാൾ ഉത്തമമായതുണ്ട് എങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പ്രതികരിക്കാൻ പറഞ്ഞു ഭർത്താവ് ഭാര്യയോട്. അലി ഇബ്നു അബി താലിബ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. ഫഖാലത്ത്, അപ്പൊ ഫാത്തിമ റളിയല്ലാഹു തആല അങ്ങനെ പറഞ്ഞു. അലിയാര് പറഞ്ഞത് റസൂലുള്ളാഹിനോട് പറഞ്ഞു. ഫഖാൽ, അപ്പൊ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു, ഖൂലി, ഫാത്തിമ നിങ്ങൾ ഇപ്രകാരം പറയുക, അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബ്അ വറബ്ബൽ അർദ് വറബ്ബൽ അർശിൽ അദീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ വമുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആനിൽ അദീം
അഊദു ബിക മിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദുൻ ബിനാസിയതിഹാ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈഉൻ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ വഅൻതൽ ളാഹിറു ഫലൈസ ഫൗകക ശൈഉൻ വഅൻതൽ ബാത്തിൻ ഫലൈസ ദൂനക ശൈഉൻ ഇഖ്ദി അന്നി അദ്ദൈൻ വഅഗ്നി മിനൽ ഫഖർ. ഈ പ്രാർത്ഥന പഠിപ്പിച്ച് ഫാത്തിമയോട് പറഞ്ഞത്, നിങ്ങളൊരു വൃത്യനെയാണ് ചോദിച്ചത്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അതല്ല അതിനേക്കാൾ ഉത്തമമായത് മതിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം, ഉത്തമമായത് മതി എന്ന് പറഞ്ഞപ്പോൾ അതിന് പഠിപ്പിച്ച ദുആ ഇതാണ്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബ്, 7 വാനങ്ങളുടെയും റബ്ബായ അല്ലാഹുവേ, വറബ്ബൽ അർദ്, ഭൂമിയുടെ റബ്ബായ അല്ലാഹുവേ, വറബ്ബൽ അർശിൽ അദീം, മഹിത സിംഹാസനത്തിന്റെ റബ്ബായ അല്ലാഹുവേ, റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ, നമ്മുടെയും എല്ലാ വസ്തുക്കളുടെയും റബ്ബായ അല്ലാഹുവേ, ഫാലിഖൽ ഹബ്ബി വന്നവ, വിത്തും മുളയുമൊക്കെ മുളപ്പിക്കുന്നവൻ ആയ അല്ലാഹുവേ, വമുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആനിൽ അദീം, തൗറാത്തും ഇൻജീലും ഖുർആനും ഒക്കെ അവതരിപ്പിച്ച അല്ലാഹുവേ, അഊദു ബിക മിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദുൻ ബിനാസിയതിഹാ, നിന്റെ പിടുത്തത്തിലുള്ള എല്ലാ ജന്തുക്കളുടെയും ജീവികളുടെയും കെടുതിയിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈഉൻ, അതാണ് നമ്മുടെ വിഷയം. അല്ലാഹുവേ, നീ അൽ അവ്വലാകുന്നു, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. വഅൻതൽ ആഖിറു, നീ ആഖിറാകുന്നു. ഫലൈസ ബഅദക ശൈഉൻ, നിനക്ക് ശേഷം യാതൊന്നുമില്ല. വഅൻത ളാഹിർ ഫലൈസ ഫൗകക ശൈഉൻ, നീ ളാഹിറാകുന്നു, നിനക്ക് മീതെ വേറൊന്നുമില്ല. വഅൻതൽ ബാത്തിൻ, അല്ലാഹുവേ നീ ബാത്തിനാകുന്നു. ഫലൈസ ദൂനക ശൈഉൻ, നിന്നെ കൂടാതെ എന്ന് പറഞ്ഞാൽ നിന്റെ അറിവ് കൂടാതെ യാതൊന്നുമില്ല. ഇഖ്ദി അന്നി അദ്ദൈൻ, അല്ലാഹുവേ നീ എനിക്ക് എൻ്റെ കടം വീട്ടി തരണമേ. വഅഗ്നി മിനൽ ഫഖർ, ദാരിദ്ര്യത്തിനപ്പുറം നീ എനിക്ക് ഐശ്വര്യമേകണമേ. ഇതാണ് ഈ ദുആയുടെ അർത്ഥം. ഇത് ഫാത്തിമ റളിയല്ലാഹു തആലയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഇവിടെ ഈ ദുആയിൽ അൽ അവ്വൽ എന്ന അള്ളാഹുവിന്റെ നാമം വന്നു. മാത്രമല്ല, ആ നാമത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ആ നാമത്തെ മുൻനിർത്തി. അതേപോലെ അൽ ആഖിർ എന്ന നാമത്തെ മുൻനിർത്തി, അബ്ബാഹിർ, അൽ ബാത്തിൻ എന്നീ നാമങ്ങളെയെല്ലാം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഇദാ അറാദ അഹദുനാ യനാം അൻ യത്തജി അലാ ശിഖ്ഹിൽ ഐമൻ, ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച ദുആയായിട്ടും ഈ ദുആ വന്നിട്ടുണ്ട്. അതിൽ അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവാ വമുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ എന്നാണുള്ളത്. അവിടെ ആ ദുആയിൽ വൽ ഖുർആനിൽ അദീം എന്നാണ് നമ്മൾ ആദ്യത്തെ റിപ്പോർട്ടിൽ കേട്ടത്. അതിന് പകരം ഇവിടെ ഉള്ളത് തൗറാത്തിനെയും ഇൻജീലിനെയും ഫുർഖാനെയും, വിശുദ്ധ ഖുർആനിൽ അദീം തന്നെയാണ് ഉദ്ദേശം. പക്ഷെ ആ ദുആയിൽ അൽ ഫുർഖാൻ എന്നാണുള്ളത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഈ ദുആ നിർവഹിക്കുവാൻ, ഫാത്തിമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു എന്ന് സഹാബികൾ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസ് സഹീഹായി ഉദ്ധരിക്കപ്പെട്ടത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ അൽ അവ്വൽ അൽ ആഖിർ എന്നീ നാമങ്ങൾ വന്നതിൻ്റെ ആ വശമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു ഹദീസ്, അതൊരു സംഭവമാണ്. ഇമാം അബൂ ദാവൂദ് അബൂ സുമൈനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സംഭവം ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അബൂ സുമൈൽ പറയാണ്, സഅൽതു ഇബ്നു അബ്ബാസിൻ, ഞാൻ ഒരിക്കൽ ഇബ്നു അബ്ബാസിന്റെ അടുക്കൽ ചെന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ഫഖുൽതു, അങ്ങനെ ഇബ്നു അബ്ബാസിനോട് ഞാൻ ചോദിച്ചു, മാ ഷൈഉൻ അജിദുഹു ഫീ സദ്രി, എൻ്റെ നെഞ്ചകത്ത് ഞാൻ എന്തോ ചിലത് അനുഭവിക്കുന്നു, എന്താണത്? അപ്പൊ ഇബ്നു അബ്ബാസ് ചോദിച്ചു, മാഹു, എന്താണ് നിങ്ങളുടെ നെഞ്ചകത്തെ ഒരു പ്രശ്നം?
ഖുൽതു വല്ലാഹി മാ അതകല്ലം ബിഹി. അപ്പൊ അബൂ സുമൈൽ പറയാണ്, എനിക്കത് സംസാരിക്കാനാവില്ല, അള്ളാഹു വേണം, ഞാനത് പറയില്ല. അപ്പൊ ഇബ്നു അബ്ബാസ് ചോദിച്ചു, അശൈഉം മിനശ്ശക്, വല്ല സംശയമാണോ, സംശയങ്ങളാണോ മനസ്സിന്റെ ഉള്ളിൽ കടന്നിട്ട്, നെഞ്ചകത്ത് കടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഖാല വദഹിക്. അപ്പൊ അദ്ദേഹം ചിരിച്ചു, അബൂ സുമൈൽ ചിരിച്ചു. എന്താ, ഇയാൾക്ക് സംശയമാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് പറയാണ്, മാ നജാ മിൻ ദാലിക അഹദുൻ, സംശയങ്ങൾ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുക എന്നുള്ളതിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ഒരാൾക്കും സംശയമില്ലാത്തൊരു കൽബുണ്ടാവില്ല, സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയണം, ഹത്ത അൻസലല്ലാഹ്, ഒരായത്ത് ഓതിയിട്ട് പറയാണ്, അള്ളാഹു ഈ ആയത്ത് വരെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താ ആയത്തിൽ പറയുന്നത്? ഫൈൻ കുൻത ഫീ ശക്കിൻ മിമ്മ അൻസൽനാ ഇലൈക ഫസ്അലിൽ ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക് ലഖദ് ജാഅകൽ ഹഖ്ഖു മിൻ റബ്ബിക് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്ത് പറയാണ്, ഫൈൻ കുൻത ഫീ ശക്കിൻ മിമ്മ അൻസൽനാ ഇലൈക, പ്രവാചകരെ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് വല്ല ശക്കുമുണ്ട് എങ്കിൽ ഫസ്അലിൽ ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക്, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആ വേദം പാരായണം ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അഥവാ തൗറാത്ത് പാരായണം ചെയ്യുന്ന ജൂതന്മാരോടും ഇഞ്ചീൽ പാരായണം ചെയ്യുന്ന നസാറാക്കളോടും ചോദിച്ചു നോക്കൂ. ലഖദ് ജാഅകൽ ഹഖ്ഖു മിൻ റബ്ബിക്, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഹക്കാണ് വന്നിരിക്കുന്നത്. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, അതുകൊണ്ട് നിങ്ങൾ സംശയിക്കണ്ട. അപ്പൊ ഈ ആശയമുള്ള ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ എന്ന് ചോദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അപ്പൊ സംശയം അതല്ലേ മനുഷ്യന്മാർക്ക് ഉണ്ടാകും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അബൂ സുമൈലിനോട് പ്രതികരിച്ചു. എന്നിട്ട് ഇബ്നു അബ്ബാസ് അബൂ സുമൈലിനോട് പറയണം, എന്താ പറഞ്ഞത്? ഇദാ വജദ്ത ഫീ നഫ്സിക ശൈഅൻ, നിങ്ങൾക്ക് വല്ല സംശയവും നിങ്ങളുടെ മനസ്സിൽ വരികയാണ് എങ്കിൽ ഫഖുൽ, നിങ്ങൾ പറഞ്ഞോളി. എന്ത്? ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. സംശയം ഉണ്ടെങ്കിൽ ഇത് ചൊല്ലിയാൽ മതി. സൂറത്തുൽ ഹദീദിലെ 3-ാമത്തെ ആയത്ത്, ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു ആകുന്നു അൽ അവ്വൽ, അല്ലാഹു ആകുന്നു അൽ ആഖിർ അന്തിമൻ, പിന്നെ അദ്ദാഹിർ അൽ ബാത്തിൻ പ്രത്യക്ഷമായവൻ പരോക്ഷമായവൻ. അല്ലാഹു എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇബ്നു അബ്ബാസ് അബൂ സുമൈലിനെ പഠിപ്പിക്കേണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഈ സംഭവത്തിലും അള്ളാഹുവിന്റെ അൽ അവ്വൽ വൽ ആഖിർ എന്നുള്ള നാമത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ത് ചെയ്യാണ്? അവിടെ അനുസ്മരിക്കുകയാണ്. അള്ളാഹു അൽ അവ്വൽ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ അഗ്രേസരത്താണ് അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മുമ്പൊന്നുമില്ല, അള്ളാഹു ഇവിടെ ഉണ്ടായിരുന്നു. പടപ്പുകളെല്ലാം ഇവിടെ പടക്കപ്പെട്ടതാണ്. പടപ്പുകൾക്കൊക്കെ തുടക്കമുണ്ട്, എല്ലാ പടപ്പുകൾക്കും തുടക്കമുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന് തുടക്കമല്ല. അള്ളാഹു ഇവിടെ ഉണ്ടായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീടെല്ലാം പടക്കുക ചെയ്തത്. ഒരു സംഭവത്തിൽ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിൽക്കുമ്പോൾ ബനു തമീം ഗോത്രത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു തമീം ഗോത്രത്തോട് പറഞ്ഞു, ഇഖ്ബലുൽ ബുശ്റായ ബനി തമീം, ബനു തമീം നിങ്ങൾ സന്തോഷ വാർത്ത സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ബനു തമീം പറഞ്ഞു, അവർ ഗ്രാമീണരാണ്, ബദു അറബികളാണ്. ബഷർ തനഫഅത്തിന, നിങ്ങൾ ഞങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു, ഞങ്ങൾക്ക് വല്ലതും തരണം, ഞങ്ങൾക്ക് വല്ലതും തന്നാലും. അതായത് പിന്നെ സന്തോഷ വാർത്ത ഉണ്ട്, അത് നിങ്ങൾ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല കയ്യിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത പറഞ്ഞിട്ടുള്ളൂ അല്ലേ. നാടന്മാർ പറയില്ലേ, ചക്കര വാക്കുകൊണ്ട് വയറൊന്നറിയില്ല, വല്ലതും കിട്ടണം. അപ്പൊ ഇവർ ഗ്രാമീണരാണ്, അവർ പറഞ്ഞ് സന്തോഷ വാർത്ത ഒക്കെ സ്വീകരിച്ചു, പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നവർ പറഞ്ഞു.
അപ്പോ ഫദഖല നാസ് മിൻ അഹ്ലിൽ യമൻ, യമനിലെ കുറച്ച് ആളുകൾ വന്നു, യമനിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്ബലുൽ ബുശ്റ യാ അഹ്ലൽ യമൻ ഇദ് ലം യഖ്ബൽഹാ ബനൂ തമീം. യമനികളെ, നിങ്ങൾ സന്തോഷ വാർത്ത സ്വീകരിക്കുക. ബനൂ തമീം അത് സ്വീകരിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ബനൂ തമീം സന്തോഷ വാർത്ത ഉണ്ട് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? സന്തോഷ വാർത്തക്ക് ഓക്കെ, വല്ലതും തരണം എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹിൽ നിന്ന് ആ സന്തോഷ വാർത്ത സ്വീകരിച്ചിട്ട് അവർ തൃപ്തിപ്പെട്ടില്ല. അതേസമയം യമനികൾ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബനൂ തമീം ഇത് സ്വീകരിച്ചിട്ടില്ല, നിങ്ങൾ സ്വീകരിച്ചാലും. അപ്പോൾ യമനികൾ പറഞ്ഞു, ഖബിൽന ജിഇനാക ലിനതഫഖഹ ഫിദ്ദീൻ, റസൂലെ നിങ്ങളുടെ സുവിശേഷം അത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ യമനിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് ലിനതഫഖഹ ഫിദ്ദീൻ, ഞങ്ങൾ മതത്തിൽ അറിവുള്ളവരാകാനും പാണ്ഡിത്യമുള്ളവരാകാനാണ്, മതം പഠിക്കാൻ, ദീന് പഠിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് യമനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. വലിനസ്അലക അൻ അവ്വലി ഹാദൽ അംരി മാ കാൻ, വലിനസ്അലക നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തിന്? അൻ അവ്വലി ഹാദൽ അംർ മാ കാൻ, ആദി സൃഷ്ടിപ്പിന്റെ തുടക്കം അത് എന്താണ് എന്നുള്ളത് ചോദിക്കാനുമാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് എന്ന് യമനികൾ പറഞ്ഞു. കണ്ടോ? അപ്പൊ രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം നോക്കി നിങ്ങൾ യമനികൾ, ഇന്നത്തെ യമനികൾ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട. പണ്ട് അറേബ്യൻ ഉപദ്വീപ് ഉണ്ടല്ലോ, അത് പിന്നെ നജിദ്, ഹിജാസ്, തിഹാം, അങ്ങനെ യമൻ ഇങ്ങനെ വിഭജിക്കപ്പെട്ടതാണ്. ഹിജാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തെക്ക് ഭാഗം ഒന്നടങ്ങുണ്ടല്ലോ, തെക്ക് ഭാഗം ഒന്നായിട്ട് അങ്ങോട്ട് യമനാണ്. തമീമികൾ വന്നു, അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് വല്ലതും തരണമെന്നാണ്. ഓല് ഉദ്ദേശിക്കുന്നത് എന്താ? ആട്, മാട്, ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ യമനികൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾക്കൊരു മസ്അല ഉണ്ട്, അതും നിങ്ങളോടൊന്ന് ക്ലിയർ ചെയ്യണം. മസ്അല എന്താണ്? സൃഷ്ടിപ്പിന്റെ തുടക്കം അതെന്താണ് എന്നുള്ളത് അറിയണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, കാന അല്ലാഹ് വലം യകുൻ ഷൈഉൻ ഖബ്ലഹു വകാന അർശുഹു അലൽ മാ വഖലഖ അസ്സമാവാതി വൽ അർദ് വകതബ ഫി الذിക്രി കുല്ല ഷൈഇൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ചോദ്യത്തിന് മറുപടി, സൃഷ്ടിപ്പിന്റെ തുടക്കം അതറിയാനാണ്. അപ്പൊ കാന അല്ലാഹ്, അല്ലാഹു ഉണ്ടായിരുന്നു, അല്ലാഹു ഉണ്ടായിരുന്നു. അല്ലാഹ്ക്ക് തുടക്കല്ല, പിന്നെയോ അല്ലാഹു ഇവിടെ ഉണ്ടായിരുന്നു. വലം യകുൻ ഷൈഉൻ ഖബ്ലഹു, അല്ലാഹുവിന് മുമ്പ് യാതൊന്നും ഉണ്ടായിരുന്നില്ല. വകാന അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശ് അത് വെള്ളത്തിന് മീതെയായിരുന്നു. വഖലഖ അസ്സമാവാതി വൽ അർദ്, അല്ലാഹു വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. വകതബ ഫി الذിക്രി കുല്ല ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹിൽ മഹ്ഫൂദിൽ എല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ആര് പറയുന്നത്? യമനികളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറയാണ്, തമീമികളും യമനികളും വന്നപ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലുണ്ട്, അപ്പോൾ അവിടെ നടന്ന സംഭാഷണം ഇതാണ് എന്നാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. സംഭവത്തിൽ കാണാം, ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഇമ്രാൻ നിങ്ങളുടെ ഒട്ടകം അതിന്റെ പാട്ടിന് പോയിക്കണ്. അപ്പൊ ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറയാണ്, ഞാൻ ഒട്ടകത്തെ തെരഞ്ഞ് പോയി. അപ്പോ ഒട്ടകം കുറെ ദൂരം പോയിട്ടുണ്ട്. ഒട്ടകം പോയതിന് മുന്നോടിയായിട്ട് ഞാൻ കാണുന്നത് മരീചികയാണ്. അതേ പറയാം, അള്ളാഹുവാണേ ഞാൻ ആഗ്രഹിച്ചു പോയി, ഒട്ടകം പോയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം എന്താ? ആ വിജ്ഞാനം വിളമ്പുന്ന സദസ്സ. തമീമികളും ഉണ്ട്, യമനികളും ഉണ്ട്. അപ്പൊ അവിടെ പല വിഷയങ്ങളും നടക്കും. എനിക്കതൊക്കെ നഷ്ടമായി. കാരണം എന്താ? ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഒട്ടകം പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ സദസ്സിൽ നിന്ന് ഏറ്റവും ഒട്ടകത്തെ തെരഞ്ഞു പോയി. ഒട്ടകം വിദൂരതയിൽ തെറ്റിപ്പോയിരുന്നു എന്നാണ്. ഒട്ടകം പോയി, അതിനെ തെരഞ്ഞു മൂപ്പര് പോയി. അതുകൊണ്ട് തന്നെ ആ സദസ്സിൽ അന്ന് നടന്ന ബാക്കി വിവരങ്ങൾ കിട്ടിയില്ല അദ്ദേഹത്തിന് എന്നാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇവിടെ നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അവ്വലാണ്. അള്ളാഹ്ക്ക് തുടക്കല്ല, അള്ളാഹു ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെയോ സൃഷ്ടിപ്പ് പിന്നെ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആദി സൃഷ്ടി ആര്? എന്ത്?
കാന അല്ലാഹു വലം യകുൻ ഷൈഉൻ ഖബ്ലഹു, അള്ളാഹു ഇവിടെ ഉണ്ടായിരുന്നു, അള്ളാഹ്ക്ക് മുമ്പ് യാതൊന്നുമില്ല. പിന്നെ പറയുന്നത് ഹദീസിൽ വകാന അർശുഹു അലൽ മാ, അള്ളാഹുവിൻ്റെ അർശ് വെള്ളത്തിന് മീതെയായിരുന്നു. അപ്പം അർശുണ്ട്, വെള്ളമുണ്ട്. ചില റിപ്പോർട്ടുകളിൽ, സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് തൂലികയെയാണ്. ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം ഫഖാല ലഹു ഉക്തുബ് ഖാല മാ അക്തുബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് തൂലികയാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹിന്റെ ആദ്യ സൃഷ്ടി തൂലിക, എഴുത്തുകോൽ. വേറെ റിപ്പോർട്ടിൽ അള്ളാഹു തൂലികയെ ആദ്യമായി പടച്ചപ്പോൾ തൂലികയോടെ എഴുതാൻ പറഞ്ഞു എന്നാണ്. അപ്പൊ ആദ്യത്തെ സൃഷ്ടി തൂലികയാണെന്ന് അറിയിക്കുന്ന ഹദീസുണ്ട്. തൂലികയെ പഠിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് എഴുതാൻ പറഞ്ഞു. എന്ത് എഴുതണമെന്ന് തൂലിക ചോദിച്ചപ്പോൾ ഈ ഉലകത്തിൽ നടക്കാനിരിക്കുന്ന വരുംകാലങ്ങളിൽ എല്ലാം അത് ലൗഹിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തൂലികയോട് പറഞ്ഞു എന്നാണ്. അന്ന് അള്ളാഹുവിൻ്റെ അർശ് വെള്ളത്തിന്മേലായിരുന്നു ഹദീസുണ്ട്. അപ്പം അള്ളാഹു ഉണ്ടായിരുന്നു, അള്ളാഹുവിന് മുമ്പ് യാതൊന്നുമില്ല. പിന്നെ അർശുണ്ട്, വെള്ളമുണ്ട്, തൂലികയുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അർശാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്, അതല്ല തൂലികയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും ഹദീസുകളുടെ നിലവെച്ച് നോക്കുന്ന സന്ദർഭത്തിൽ, ഹദീസുകൾ പഠന വിധേയമാക്കുമ്പോൾ. ഏതായാലും അർശായാലും കലമായാലും ഒക്കെ അള്ളാഹിന്റെ പടപ്പാണ്. അള്ളാഹു ഉണ്ടായിരുന്നു, അതിനുശേഷം അള്ളാഹു സൃഷ്ടിച്ചതാണ് അർശിനെ, അള്ളാഹു സൃഷ്ടിച്ചതാണ് തൂലികയെ, അള്ളാഹു സൃഷ്ടിച്ചതാണ് വെള്ളത്തെ. സൃഷ്ടികളൊക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അള്ളാഹു സൃഷ്ടിയല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉള്ളവനായിരുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു വിഷയം ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്, ആദ്യം ആയി അള്ളാഹു പഠിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒളിയാണ്. ആദി ഒളിയായി, അതൂ താൻ വെളിവായി, അതൂ പിന്നെ ആദമിൽ വന്ന് ബുഹൂറായി, അംബിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്ത് അതൂ തന്നെ വന്നു എന്ന് കവിതയിൽ ഈ സൂഫി ചിന്തകൾ തലയിൽ കയറിയ, അദ്വൈത ചിന്തകൾ തലയിൽ കയറിയ ആളുകൾ തെറ്റായി പറയാറുണ്ട്. ആദ്യമായി പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് തൂലികയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന്മേലായിരുന്നു. അതുകൊണ്ട് തന്നെ അർശ്, വെള്ളം, തൂലിക, ഇതാണ് ആദ്യ സൃഷ്ടികളിൽ എണ്ണപ്പെടുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചത് അത് ഒളിയിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നാണ്, ലൈറ്റിൽ നിന്നാണ് എന്നുള്ളത് ബലപ്പെട്ടു വന്ന റിപ്പോർട്ടൊന്നുമല്ല. ഒളിയിൽ നിന്ന് പടക്കപ്പെട്ട ഒരു വിഭാഗം ഇവിടെ ഉണ്ട്, അത് ശരിയാണ്. ആരാ ഒളിയിൽ നിന്ന് പടക്കപ്പെട്ടത്? പ്രകാശത്തിൽ നിന്ന് പടക്കപ്പെട്ടത് ആരാ? വഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകളാണ് പ്രകാശത്തിൽ നിന്ന്, ലൈറ്റിൽ നിന്ന് പടക്കപ്പെട്ടത്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകൾ പടക്കപ്പെട്ടത് തീജ്വാലകളിൽ നിന്നാണ്. വഖുലിഖ ആദമു മിമ്മാ വസിഫ ലക്കും, ആദം പടക്കപ്പെട്ടതോ നിങ്ങൾക്ക് വിശദീകരിച്ചു തരപ്പെട്ട മണ്ണിൽ നിന്നാണ്. അപ്പൊ ആദമിന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്ന്. ജിന്ന് വർഗം, ഷൈത്താൻ, പിശാചുക്കൾ, അവർ തീയിൽ നിന്ന്. മലക്കുകൾ പ്രകാശത്തിൽ നിന്ന്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്ക് വർഗത്തിൽപ്പെട്ടവനാണോ അതല്ല മനുഷ്യരിൽപ്പെട്ടവനാണോ? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങളാണ് മനുഷ്യകുലം. ആദം ഹവ്വ ദമ്പതികളിൽ നിന്നാണ് മനുഷ്യോൽപത്തിയുടെ തുടക്കം. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട് ആദമും ഹവ്വയും തമ്മിൽ അവരുടെ ജീവിതം തുടർന്നു. ജീവിത സന്ധാരണത്തിൽ അവർക്ക് മക്കളുണ്ടായി. അങ്ങനെയാണ് മനുഷ്യോൽപത്തിയുടെ തുടക്കം. മനുഷ്യോൽപത്തി സ്വർഗത്തിൽ തുടങ്ങി, പിന്നീട് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. അത് തുടരുകയാണ്. അതിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പൂജാതനാകുന്നത്. ഒളിയിൽ നിന്നും പ്രകാശത്തിൽ നിന്നും പടക്കപ്പെട്ടത് മലക്കുകളാണ്. അതാണ് ഇസ്ലാമികമായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന വിഷയം. പക്ഷേ ചിലർ എന്ത് ചെയ്ത് തെറ്റായി ഈ അദ്വൈത ചിന്തകളും അതേപോലെ തന്നെ
വഹദത്തുൽ വുജൂദ് ചിന്തകളൊക്കെ തലയിൽ കയറ്റിയിട്ട് ഇസ്ലാമിന്റെ പേരിൽ കുറെ അഡ്രസ് ഇല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിയാണ് ആദ്യമായി പടപ്പിക്കപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതായ ഈ വിശ്വാസം. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഭൂജാതനാണ്. ആനക്കലഹ വർഷത്തിൽ അബ്ദുള്ള ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെയും ആമിന ബിൻത് വഹബിന്റെയും പുത്രനായിട്ടാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായിട്ടുള്ളത്. ആമിന ബിൻത് വഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ധരിച്ചതും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ചതും തുടങ്ങിയ വിഷയങ്ങൾ അത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിയാണ് ആദ്യം പടക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഇസ്ലാമികമായി ബലപ്പെട്ട അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട ഒരു വാർത്തയല്ല, വിഷയമല്ല എന്നുകൂടി ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അന്ധവിശ്വാസമാണ്, തെറ്റായ വിശ്വാസമാണ്. സൃഷ്ടികളിൽ അർഷും കലമുമൊക്കെയാണ് ആദ്യത്തെ സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് സൃഷ്ടികളുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞ എന്താണെന്നറിയോ? സൃഷ്ടികളുടെ തുടക്കം എവിടെ എന്നതിൽ നമ്മളുടെ അറിവിനെ അള്ളാഹു അർഷ്, കലമ്, വെള്ളം ഈ പരിധിയിൽ നിർത്തിയിരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ വിവരത്തെ അള്ളാഹു കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളുടെ ബുദ്ധിയെ എവിടെ നിർത്തി അവിടെ നിൽക്കുകയാണ് ബുദ്ധി. അതാണ് ബുദ്ധി. അപ്പൊ ആദ്യത്തെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തൂലിക എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ അർഷ് ഉണ്ടായിരുന്നു, അത് വെള്ളത്തിന്മേലായിരുന്നു എന്ന് പറഞ്ഞു. നമ്മളുടെ ബുദ്ധിയെയും അറിവിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടം വരെ എത്തിച്ചിരിക്കുകയാണ്, അതിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ബുദ്ധി എന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുലൈമാൻ അത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൗ സഅൽത ഐനല്ലാഹ് ലഖുൽത് ലൗ സുഇൽതു ഐനല്ലാഹ് ലഖുൽത്, അള്ളാഹു എവിടെ എന്ന് ഞാൻ ചോദിക്കപ്പെട്ടാൽ ഞാൻ പറയും ഫിസ്സമ, അള്ളാഹു ആകാശത്തിന്മേലാണ്. ഫഇൻ ഖാല സാഇൽ ഫഅൈന കാന അർശുഹു ഖബ്ല അസ്സമ, ചോദ്യകർത്താവ് എന്നോട് ചോദിക്കുകയാണ് ആകാശം പടക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അർശ് എവിടെയായിരുന്നു? ലഖുൽത്, ഞാൻ പറയും അലൽമ, അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന്മേലായിരുന്നു. ഫഇൻ ഖാൽ, ചോദ്യകർത്താവ് ചോദിക്കുകയാണ് ഫഅൈന കാന അർശുഹു ഖബ്ലൽ മാ, വെള്ളത്തിന് മുമ്പ് അള്ളാഹുവിന്റെ അർശ് എവിടെയായിരുന്നു? ലഖുൽതു ലാ ആലം, ഞാൻ പറയും എനിക്കറിയില്ല. കാരണം എന്താ? പ്രമാണവചനങ്ങളിൽ വന്നത് അതാണ് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത്. ആ അറിയിച്ചിടത്ത് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തന്നതെന്തോ അതാണ് അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിയുക. അള്ളാഹു വ്യക്തമാക്കി തരാത്തത് നമുക്ക് ഗ്രഹിക്കാനും അറിയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഏതുവരെ പറഞ്ഞെന്നോ അവിടെ നിൽക്കുക, അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മളുടെ ചിന്തയായിട്ട് പോകേണ്ട കാര്യമല്ല, പോയിട്ട് കാര്യമല്ല. ഒരു വേള അത് അള്ളാഹു കാക്കട്ടെ നഊദു ബില്ലാഹ് നിരീശ്വരത്വത്തിൽ നിർമ്മതവാദത്തിലൊക്കെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, യഅതി ശൈത്താനു അഹദക്കും, ശൈത്താൻ നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ വരും. ഫയഖൂൽ, എന്നിട്ട് ശൈത്താൻ പറയും മൻ ഖലക കദ മൻ ഖലക കദ, ഇന്നത് പഠിച്ചത് ആരാണ്? അപ്പൊ ഇന്നത് പഠിച്ചത് അത് അള്ളാഹുവാണ്, അത് പഠിച്ചത് അള്ളാഹുവാണ് നമ്മൾ പറയും. ശൈത്താൻ വന്നിട്ട് ഇങ്ങനെ ചോദ്യം തരും. എന്നിട്ട് അവസാനം ശൈത്താൻ ചോദിക്കും മൻ ഖലക റബ്ബക്, ഇത് പഠിച്ചതൊക്കെ ആണെങ്കിൽ റബ്ബിനെ പഠിച്ചത് ആരാണ്? നിന്റെ റബ്ബിനെ പഠിച്ചത് ആരാണ് എന്ന് ശൈത്താൻ ചോദിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫൈദാ ബലഗഹു ഫലിയസ്തഈസ് ബില്ലാഹ് വലിയൻതഹി. അങ്ങനെ ചോദ്യം ശൈത്താൻ വസ്വാസാക്കി ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ അഭയം തേടണം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം, വലിയൻതഹി. പിന്നെ ആ ചോദ്യമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകരുത്, പിന്നെ അവിടെ നിർത്തണം, വിരമിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആമൻതു ബില്ലാഹ് വ റസൂലി, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ റസൂലിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശൈത്താന്റെ വസ്വാസം ഉണ്ടല്ലോ
അത് അവസാനിപ്പിക്കണം, മനസ്സിന്റെ ചൊറിച്ചിൽ നിർത്തണം എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയണം. ഈ വിഷയം അത് അള്ളാഹുവിന്റെ അൽ അവ്വലിയത്ത്, അഗ്രേസരത്വം, അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഇനി അള്ളാഹുവിന്റെ ആഖിരിയത്ത്, അതുമായി ബന്ധപ്പെട്ടിട്ടും ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ പറഞ്ഞ് അള്ളാഹു അന്തിമനാണ്, അള്ളാഹു അൽ ആഖിറാണ്. അല്ലാഹുമ്മ അൻതൽ ആഖിർ വ അൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ. അള്ളാഹുവെ നീയാകുന്നു അൽ ആഖിർ, നിനക്ക് ശേഷം ഒന്നുമില്ല. അപ്പൊ അന്തിമനായിട്ട് അള്ളാഹുവാണ്. അള്ളാഹ്ക്ക് മരണമല്ല, അള്ളാഹ്ക്ക് നാശമല്ല. അള്ളാഹു ഇവിടെ എന്നും ശേഷിക്കുന്നവനാണ്. ഇതാണ് അൽ ആഖിരിയത്ത്. ഇവിടെ ഒരു മസ്അല, മരണവും നാശവും ഇല്ലാത്ത വല്ലതും ഈ ഉലകത്തിലുണ്ടോ? മരണമില്ലാത്ത നാശമില്ലാത്ത വല്ലതും ഉണ്ടോ? മരണവും നാശവും ഇല്ലാത്ത ചില വസ്തുക്കളുണ്ട് സൃഷ്ടികളിൽ. മരണമില്ലാത്ത നാശമില്ലാത്ത ചില വസ്തുക്കളുണ്ട് സൃഷ്ടികളിൽ. പക്ഷെ അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹ്ക്ക് മരണമല്ല, അള്ളാഹ്ക്ക് നാശമല്ല. അള്ളാഹു ഇവിടെ നിത്യമായി ശേഷിക്കുന്നവനാണ്. പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു മരിക്കാത്തതും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നാശമില്ലാത്തതും അള്ളാഹു സ്വയം പര്യാപ്തനായതുകൊണ്ടാണ്, അള്ളാഹു സ്വയം ധന്യനായതുകൊണ്ടാണ്, സമ്പൂർണ്ണാർത്ഥത്തിലാണ്. അള്ളാഹു ആരെയും ശേഷിപ്പിക്കല്ല, അള്ളാഹുവിനെ ആരും ശേഷിപ്പിക്കല്ല. പിന്നെയോ അള്ളാഹു സ്വയം പര്യാപ്തനും ധന്യനായതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ മരിക്കാതെ ശേഷിക്കുന്നത്. എന്നാൽ പടപ്പുകളിൽ ചിലതിന് മരണമില്ല, നാശമില്ല എന്ന് പറയുമ്പോൾ അത് മരിക്കാത്തതും നശിക്കാത്തതും അള്ളാഹു ശേഷിപ്പിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹു നിലനിർത്തുന്നത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനും കഴിവിനും അധീനമാണ് ആ വസ്തുക്കൾ. ഇത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അതൊന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ഏത് വസ്തുക്കൾക്കാണ് മരണവും നാശവും ഇല്ലാത്തത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ നൂനിയ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ മരണവും നാശവും ഇല്ലാത്ത വസ്തുക്കളെ എണ്ണുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് വൽഹൂറു ലാ തഫ്ന കദാലിക ജന്നത്തുൽ മഅവാ വമാ ഫീഹാ മിനൽ വിൽദാനി വലിഅജ്ലി ഹാദാ ഖാല ജഹ്മുൻ ഇന്നഹാ ആദമുൻ വലം തുഖ്ലഖ് ഇലാ ദൽ ആനി വൽഅംബിയാഉ ഫഇന്നഹും തഹ്ത الثرى അജ്സാമുഹും ഹുഫിളത് മിനദ് ദീദാനി മാലിൽ ബിലാ ബിലുഹൂമിഹിം വജുസൂമിഹിം അബദൻ വഹും തഹ്ത التراب യദാനി وكذاك أجب الظهر لا يبلى بلا منه تركب خلقة الإنسان وكذلك الأرواح لا تبلى كما تبلى الجسوم ولا بلا اللحمان ولأجل ذلك لم يقر الجهم بالأرواح خارجة عن الأبدان لكن أرواح الذين استشهدوا في جوف طير أخضر ريان. അത് മരണം ഇല്ലാത്ത നാശമില്ലാത്ത വസ്തുക്കൾ അദ്ദേഹം കവിതയിൽ ക്രോഡീകരിച്ചതാണ്, നൂനിയയിൽ. എന്താ മരിക്കാത്തവർ ആരൊക്കെ? അതിലൊന്ന് ഹൂറുൽ ഐൻ എന്ന സ്വർഗീയ സ്ത്രീകളാണ്, അവർക്ക് മരണമല്ല. ഇതേപോലെ ജന്നത്തുൽ മഅവ, സ്വർഗം, സ്വർഗത്തിന് നാശമല്ല. വമാ ഫീഹാ മിനൽ വിൽദാൻ, സ്വർഗത്തിൽ വിൽദാൻ ഉണ്ട്. ആര്? കുട്ടികൾ, സ്വർഗീയ സേവകർ. വയതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ, സ്വർഗത്തിൽ നിത്യവാസം നൽകപ്പെട്ട അരുളപ്പെട്ട കുട്ടികൾ സേവകരായിട്ട് ചുറ്റി നടക്കുമെന്നാണ്. അവർ നശിക്കൂല, മരിക്കൂല. ഇതേപോലെ വൽ അംബിയ, നബിമാർ, ഫഇന്നഹും തഹ്ത الثرى അബദൻ വഹും തഹ്ത التراب യദാനി. നബിമാരുടെ ഭൗതിക ശരീരം അത് മണ്ണ് തിന്നൂല, മണ്ണ് തിന്നൂല. നബിമാർ അവരുടെ ഭൗതിക ശരീരം അത് മണ്ണ് തിന്നൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തില്ല? നാശമല്ല. നബിമാർക്ക് മരണമുണ്ട്, പക്ഷേ ഭൗതിക ശരീരത്തിന് എന്തില്ല? മനുഷ്യരുടേത് ജീർണിക്കും, സാധാരണ മനുഷ്യന്മാരുടേത്. എന്നാൽ നബിമാരുടെ ഭൗതിക ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് ജീർണിക്കാതെ ശേഷിക്കുന്നവയാണ്. ആ ഭൗതിക ശരീരത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർവാഹിനെ അന്ത്യനാളിൽ
തിരിച്ചു നൽകുക, അവർ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെല്ലാവരും മരിക്കും. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുനഃസൃഷ്ടി നടത്തിയിട്ട് മനുഷ്യരിൽ റൂഹ് നൽകുക ചെയ്യുക. പിന്നെ മരിക്കാത്തതാരാ? വകദാക അജ്ബു الظهر لا يبلى بلا منه تركب خلقة الانسان. അജ്ബു ദനബ് അതിന് നാശല്ല. അജ്ബു ദനബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വാൽക്കുറ്റിയാണ് എന്ന് പറഞ്ഞാൽ നട്ടെല്ലുണ്ടല്ലോ, ഈ നട്ടെല്ലിന്റെ കശേരുക്കൾ, ആ കശേരുക്കൾക്ക് അവസാനം ഒരു വാൽക്കുറ്റി ഉണ്ട്. അതിനാണ് അജ്ബു ദനബ് എന്ന് പറയാം. ഈ വാൽക്കുറ്റി ഒരിക്കലും നശിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്നൊരു മഴ പെയ്യിക്കും. അതായത് അന്ത്യനാൾ കാഹളത്തിൽ ഊതുന്ന മലക്ക് കാഹളത്തിൽ ഊതിയാൽ എല്ലാവരും മരിക്കും. പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതിയിട്ടുണ്ടെങ്കിലാണ് എന്ത്? ഉയർത്തെഴുന്നേൽപ്പ്. ആ ഉയർത്തെഴുന്നേൽപ്പിന് മുന്നോടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഴ അവതരിപ്പിക്കും. ആ മഴയേറ്റാൽ ഫയംബുതൂൻ കമാ യംബുതൂൻ അൽ ബഖൽ, ചീര മുളക്കുന്നത് പോലെ ആ മഴയേറ്റിട്ട് മനുഷ്യന്മാരെന്ത് ചെയ്യും? മുളച്ചു പൊന്തും. എന്നിട്ട് തിരുനബി പറയാണ്, വലൈസ മിനൽ ഇൻസാനി ഷൈഉൻ ഇല്ലാ യബ്ല, മനുഷ്യ ശരീരത്തിൽ ജീർണിക്കാത്ത ഒന്നും ഉണ്ടാവില്ല. ഇല്ല അദ്മൻ വാഹിദൻ, ഒരു എല്ലല്ലാതെ. വഹുവ അജ്ബു ദനബ്, അതിനാണ് അജ്ബു ദനബ് എന്ന അറബി പറയാ, വാൽക്കുറ്റി. നമ്മളുടെ നട്ടലിന്റെ അവസാനത്തെ ആ വാൽക്കുറ്റി. വമിൻഹു യുറക്കബു അൽ ഖൽഖു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആ വാൽക്കുറ്റിയിൽ നിന്നാണ് പുനഃസൃഷ്ടി ഘടിപ്പിക്കപ്പെടുന്നതാണ്, പുനഃസൃഷ്ടി നടത്തുന്നതാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും നശിക്കാത്ത അവയവാണ് നട്ടലിനടിയിലുള്ളതായ ആ വാൽക്കുറ്റി. അത് നശിക്കൂല, അതങ്ങനെ തന്നെ ശേഷിക്കും. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് മലക്ക് കാഹളത്തിൽ ഊതിയിട്ടുണ്ടെങ്കിൽ ഒരു മഴ പെയ്യിക്കും. ആ മഴയേറ്റ് ചീര മുളക്കുന്നത് പോലെ ഈ വാൽക്കുറ്റിയിൽ നിന്ന് പുനർഘടന, പുനഃസൃഷ്ടി അത് നടക്കും. അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അജ്ബു ദനബ് അതിന് നാശമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഇതേപോലെ അർവാഹകൾ, വകദാലികൽ അർവാഹു ലാ തബ്ല കമാ തബ്ലൽ ജുസൂമു വലാ ബിലാ ലുഹ്മാനി, മനുഷ്യ ശരീരത്തിലെ ദേഹവും ഉണ്ട്, ദേഹിയുണ്ട്. ദേഹമാണ് നമ്മുടെ ഇറച്ചിയും തോലും ഒക്കെ അല്ലേ. ദേഹിയാണ് നമ്മുടെ ആത്മാവ്. ആത്മാവിന് നാശമല്ല, ആത്മാവിന് മരണമല്ല, ശരീരമാണ് ജീർണിക്കുക. ആത്മാവിനെന്താ? ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ മലക്കുകൾ സ്വീകരിക്കും. അങ്ങനെയാണ് മരണം വരിക്കുന്നത്. ദേഹത്തിൽ അള്ളാഹു നിശ്ചയിച്ച ദേഹിയെ മനുഷ്യ ശരീരത്തിൽ നിന്ന് തിരിച്ചു വാങ്ങാനാണ് മലക്കുകൾ വരുന്നത്. അങ്ങനെ മലക്കുകൾ വരും മലക്കുൽ മൗത്തിന്റെ നേതൃത്വത്തിൽ. എന്നിട്ട് നമ്മുടെ ശരീരത്തിലെ റൂഹിനെ മലക്കുൽ മൗത്ത് തിരിച്ചു ചോദിക്കും. അങ്ങനെ നമ്മളുടെ റൂഹ് തിരിച്ചു കൊടുക്കും. അവിശ്വാസികൾ ഭയക്കും. അപ്പോൾ ഊരി വാങ്ങും മലക്കുകൾ. നനച്ചുകൂട്ടിയ പഞ്ഞിയിൽ ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് വലിക്കുന്നത് പോലെ അവിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ഊരി വാങ്ങും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റൂഹായിട്ടാണ് ആര് പോവുക? മലക്ക് പോവുക. ദേഹം ശേഷിക്കും. ആ ദേഹമാണ് നമ്മൾ ഖബറിൽ കൊണ്ടിട്ട് അടക്കുന്നത്, ഈ ദുനിയാവിൽ അതിനെ സംസ്കരിക്കുന്നത്. ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ആത്മാവുകൾക്ക് മരണമില്ല. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നല്ല മനുഷ്യൻ മരിക്കുമ്പോൾ മർഹബൻ ബിൻ നഫ്സി ത്വയ്യിബ, നല്ല മനുഷ്യാത്മാവിന് സ്വാഗതം എന്ന് മലക്കുകൾ പറയും. കാനത് ഫിൽ ജസദി ത്വയ്യിബ്, നല്ല ഒരു ദേഹത്തിലായിരുന്നു ആ ആത്മാവ് ഉണ്ടായിരുന്നത്. ഉദ്ഖുലി ഹമീദതൻ വഅബ്ശിരി ബിറൗഹിൻ വറൈഹാനിൻ വറബ്ബിൻ ഗൈറ ഗദ്ബാൻ, ആത്മാവിനോട് പറയും വാഴ്ത്തപ്പെട്ട നിലക്ക് പുറത്തു വരാൻ വേണ്ടിയിട്ട് പറയും. അതേപോലെ അബ്ശിരി ബിറൗഹിൻ, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസമുണ്ട് എന്ന് സന്തോഷിക്കുക. വറൈഹാൻ, സ്വർഗീയ പരിമളമുണ്ട് എന്ന സന്തോഷ വാർത്തയുണ്ട്. വറബ്ബിൻ ഗൈറ ഗദ്ബാൻ, കോപിക്കാത്ത റബ്ബുമുണ്ട്, അതുകൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിശ്വാസിയുടെ ആത്മാവിനെ സ്വീകരിക്കുക. എന്നിട്ട് തിരുനബി പറയാണ്, ഫലാ യസാലു യുഖാലു ലഹാ ഹത്താ യുൻതഹാ ബിഹാ ഇല സ്സമാഇ ലത്തി ഫീഹാ അല്ലാഹു അസ്സ വജൽ, അള്ളാഹു ഏതൊരാകാശത്തിന്മേലാണോ അവിടേക്ക് ഈ ആത്മാവിനെ കൊണ്ടെത്തിക്കുന്നത് വരേക്കും മലക്കുകൾ ഈ സന്തോഷ വാർത്ത ആത്മാവിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ്. അപ്പോൾ വിശ്വാസികൾ
മരിച്ചാൽ അവരുടെ ആത്മാക്കളെ വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. അവിടെ അത്യുന്നങ്ങളിലാണ് ഇല്ലിയീൻ. ആ ഇല്ലിയീനിലാണ് വിശ്വാസികളുടെ ആത്മാക്കൾ. എന്നാൽ അവിശ്വാസിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിശ്വാസിയുടെ ആത്മാക്കൾ മലക്കുകൾ വാങ്ങിയാൽ ഫയസ്അദൂന ബിഹ, ആ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ കയറും. ഫലാ യമുറൂന ബിഹ അലാ മലഇ മിനൽ മലായിക, മലക്കുകളുടെ കൂട്ടങ്ങൾക്കരികിലൂടെ ഈ ആത്മാവിനെയും കൊണ്ട് മലക്കുൽ മൗത്തും മറ്റും കയറിപ്പോകുമ്പോൾ ഇല്ലാ ഖാലു, ഈ മലക്കുകൾ പറയും, മാ ഹാദർ റൂഹുൽ ഖബീസ്, ഏതാണ് ഈ വൃത്തികെട്ട ആത്മാവ്? അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പൊ മലക്കുകൾ പറയും, കൊണ്ടുപോണ മലക്കുകൾ പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ ആത്മാവാണ്. ദുനിയാവിൽ പറയപ്പെട്ട പേരുകളിൽ ഏറ്റവും മോശമായ പേര് പറഞ്ഞിട്ട് ഓൻ്റെതാണ് ഈ റൂഹ് എന്ന് മലക്കുകൾ പറയും. എന്നിട്ട് ഈ വൃത്തികെട്ട ആത്മാവിനെ കൊണ്ട് കയറും. എവിടെ വെച്ചെത്തും? അസ്സമാഉദ്ദുന്യ വരെ എത്തും. സമാഉദ്ദുന്യ എന്ന് പറഞ്ഞാൽ എന്താ? ഭൗമാന്തരീക്ഷത്തോട് അടുത്ത ആകാശമാണ്, ഒന്നാം ആകാശമാണ്. അവിടം വരെ എത്തും. അവിടെ എത്തിയാൽ ഫയുസ്തഫ്തഹു ലഹു, ഈ ആത്മാവിനായിട്ട് കയറാൻ ആകാശ കവാടം തുറക്കാൻ പറയും. ഫല യുഫ്തഹു ലഹു, പക്ഷെ ആകാശ കവാടം തുറക്കൂല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ട് ഒരു ആയത്ത് ഓതി. ഏതായത്ത്? ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ആകാശ കവാടം അവർക്ക് തുറക്കൂല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല, ഒട്ടകം സൂചിയുടെ ദോരത്തിലൂടെ പ്രവേശിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നർത്ഥം. ആകാശ കവാടം തുറക്കൂല. അള്ളാഹു പറയും, ഉക്തുബു കിതാബ അബ്ദി ഫി സിജ്ജീൻ ഫിൽ അർദി സുഫ്ല, പാതാളത്തിൽ സിജ്ജീനിൽ ഈ ദാസന്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അവിശ്വാസിയുടെ ആത്മാവിനെ ആകാശ ലോകത്ത് സ്വീകരിക്കൂല. പിന്നെ ആകാശങ്ങളിൽ ഭൗമാന്തരീക്ഷത്തോട് അടുത്ത ആകാശം, ഏറ്റവും അടുത്ത ആകാശം, ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശം, അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും? തിരിച്ച് അയക്കും. എവിടേക്ക് തിരിച്ചയക്കും? പാതാളത്തിലേക്ക്. പാതാളത്തിലാണ് സിജ്ജീൻ, പാപികളുടെയും അവിശ്വാസികളുടെയും ആത്മാക്കൾ. അവരവിടെ ആയിരിക്കും. വിശ്വാസികളുടെ ആത്മാക്കൾ അത് എല്ലിയീനിൽ അത്യുന്നതങ്ങളിലായിരിക്കും. ചില ഹദീസുകളിൽ കാണാം, ഈ റൂഹുകൾ ആകാശത്ത് സന്ധിക്കും. അങ്ങനെ വിശ്വാസിയുടെ ആത്മാവിനെ വിശ്വാസികളുടെ ആത്മാക്കൾ ഉള്ളിടത്ത് എത്തിയാൽ ഫലഹും അശദ്ദു ഫറഹൻ ബിഹി മിൻ അഹദികും ബിഗായിബിഹി യഖ്ദുമു അലൈഹി. ഒരാൾ വിദേശത്തു നിന്നൊക്കെ വരുമ്പോഴുണ്ടല്ലോ, അയാളെ നാട്ടിൽ എങ്ങനെയൊക്കെ സ്വീകരിക്കുക? ബന്ധുക്കൾ നല്ല ആഹ്ലാദത്തിൽ സ്വീകരിക്കും. ഇതേപോലെയായിരിക്കും ഒരു വിശ്വാസി ഇവിടെ മരിച്ചിട്ട് ആ വിശ്വാസിയുടെ ആത്മാവിനെയും കൊണ്ട് ആകാശത്തിനുപരിയിലുള്ള ആത്മാക്കളുടെ കൂട്ടുണ്ടല്ലോ, ഇല്ലീൻ, അവിടേക്ക് ഈ ആത്മാവ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സന്തോഷം. തങ്ങളുടെ ഒരു പുതിയ മെമ്പർ വിശ്വാസിയുടെ ആത്മാവായിട്ട് വരികയാണ്. അപ്പോൾ അവിടെയുള്ള ആത്മാക്കൾക്ക് ഏറെ സന്തോഷകരമായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒരാൾ ഏറെക്കാലം നാട് വിട്ടിട്ട് പിന്നെ അയാൾ നാടണയുമ്പോൾ ബന്ധുക്കൾക്കുള്ള സന്തോഷം പോലെയായിരിക്കും ആത്മാക്കൾക്ക് ഈ പുതിയ ആത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ആഗതൻ വരുമ്പോഴുണ്ടല്ലോ സന്തോഷത്താൽ മലക്കുകൾ അവിടെയുള്ള ആത്മാക്കൾ ചോദിക്കുമെന്നാണ്, മാ ഫഅല ഫുലാനുൻ മാദാ ഫഅല ഫുലാനുൻ, ഇന്ന ആള് എന്ത് ചെയ്തു, ഇന്ന ആള് എന്ത് ചെയ്തു എന്ന് ചോദിക്കും. ഭൂമിയിലുള്ള ആളുകളെ കുറിച്ച് ആത്മാക്കൾ ചോദിക്കും. ഫയഖൂലൂൻ, അപ്പം മറ്റ് ആത്മാക്കൾ പറയും, ദഊഹു ഫഇന്നഹു കാന ഫീ ഗമ്മി ദുനിയ, ഈ വന്ന ആത്മാവിനോടാണ് ചോദിക്കുക. അവിടെയുള്ള ആത്മാക്കൾ ചോദിക്കും, ഇന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഭൂമിയിൽ, അവരൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മറ്റ് ചില ആത്മാക്കൾ ഈ ചോദിക്കുന്ന ആത്മാക്കളോട് പറയും, ദഊഹ്, കുറച്ച് റെസ്റ്റ് കൊടുക്കും, ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. കാന ഫീ ഗമ്മി ദുനിയ, ദുനിയാവിലെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലായിരുന്നു അയാൾ, ഈ ആത്മാവ്. ആ ദുനിയാവിനെ വിട്ട് നമ്മളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളൂ, അപ്പൊ അല്പം റെസ്റ്റ് കൊടുക്കും എന്ന് മറ്റ് ആത്മാക്കൾ ഈ ചോദിക്കുന്ന ആത്മാക്കളോട് പറയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഹദീസ് സഹിഹാണ്, ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിലാണ്. എന്നിട്ട് എന്താ മലക്കളുടെ ഈ ചോദ്യത്തിന് ഈ നവാഗതന്റെ പുതിയ ആത്മാവിന്റെ പ്രതികരണം, അമ അതാക്കും,
ആ ആത്മാവ് ഇതുവരെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നില്ല. നിങ്ങൾ ചോദിക്കുന്ന വ്യക്തി ഭൂമിയിൽ മരിച്ചിട്ടുണ്ട്, ആ ആത്മാവ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലേ എന്ന് നവാഗതൻ അവരോട് ചോദിക്കും. അപ്പൊ ഖാലു ഉസുഹിബ ബിഹി ഇലാ ഉമ്മിഹിൽ ഹാവിയ, അവൻ കാഫിറായിട്ടാണ് മരിച്ചത്, അതുകൊണ്ട് തന്നെ അവന്റെ റൂഹ് ഇവിടെ എത്തിയിട്ടില്ല. അവന്റെ റൂഹായിട്ട് ഹാവിയത്തിലേക്ക്, അതാണ് സിജീൻ, പാതാളത്തിലേക്കാണ് പോയിട്ടുള്ളത് എന്ന് അവിടെ വെച്ച് പ്രതികരിക്കപ്പെടും എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് മരണപ്പിറ്റേന്ന് ആത്മാക്കൾക്ക് എന്ത് എന്നാണ്. ആത്മാക്കൾ മരണാനന്തരം ഒന്നുകിൽ എല്ലീനിൽ അല്ലെങ്കിൽ സിജീനിൽ, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഭാവികളെ സംബന്ധിച്ചിടത്തോളം പാതാളങ്ങളിൽ. ആത്മാക്കൾക്ക് നാശമല്ല, ആത്മാക്കൾക്ക് മരണമല്ല, അങ്ങനെ ശേഷിക്കും. അതിൽ ശുഹദാക്കളുടെ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം, ശുഹദാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉന്നതമാകാൻ വേണ്ടി പോരടിച്ച് ഷഹീദായ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആത്മാക്കളെ പച്ചവർണ്ണത്തിൽ പക്ഷിയുടെ രൂപങ്ങളിൽ നിക്ഷേപിക്കും. ഈ ആത്മാക്കളെ, രക്തസാക്ഷികളുടെ ആത്മാക്കളെ, എന്നിട്ട് സ്വർഗത്തിൽ പാറിക്കളിക്കാൻ വേണ്ടിയിട്ട് അവരെ വിടും. അപ്പൊ ശുഹദാക്കളുടെ ആത്മാക്കൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ പച്ചവർണ്ണത്തിലുള്ള രൂപങ്ങളിൽ പക്ഷികളായി സ്വർഗത്തിൽ പാറിക്കളിക്കുകയാണ്. അതുകൊണ്ടാണ് ജഅഫർ തയ്യാർ റളിയല്ലാഹു തആലാന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ഇരു കരങ്ങളും നഷ്ടപ്പെട്ട് മൂത്ത യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് 2 കരങ്ങൾക്ക് പകരം 2 ചിറകുകൾ നൽകി. എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിൽ പാറിക്കളിക്കുകയാണ്. ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം, ശുഹദായിന്റെ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ വ്യഭിചാരികൾ, പലിശ ഭുജിക്കുന്നവർ, ഫർള് നമസ്കാര സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകൾ, അതേപോലെ തന്നെ കളവ് പറയുന്ന മനുഷ്യന്മാർ, അവരുടെ ആത്മാക്കൾ ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താ അവരുടെ ആത്മാക്കളെ പറഞ്ഞത്? ഈ പലിശ തിന്നവർ അവർ ബർസഖിൽ ചെലവും ചോരയും നിറഞ്ഞൊഴുകുന്ന ഒരു നദിയിലാണ്, അവരതിൽ മുങ്ങിത്താഴുകയാണ്. അങ്ങനെ ആ പാപം ചെയ്തവരുടെ അവസ്ഥ ബർസഖിൽ, അവരുടെ ആത്മാക്കൾ അവിടെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വ്യഭിചാരിച്ച ആണും പെണ്ണും ഒരു തെന്നൂറയിലാണ്, അടുപ്പിൽ, അതിന്റെ അടിഭാഗം വീതി കൂടി മുകൾ ഭാഗം ഇടുങ്ങി, ആ തെന്നൂറയിൽ നഗ്നരായിട്ട് അവരെന്ത് ചെയ്യാണ്? തീനാളങ്ങളിൽ, തീജ്വാലകളിൽ നഗ്നരായിട്ട് ആണും പെണ്ണും ആർത്തട്ടഹസിച്ച അതിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഫർള് നമസ്കാര സമയത്ത് കിടന്നുറങ്ങുന്നവർ, അവർ കുറിച്ച് പറഞ്ഞു, അവരിങ്ങനെ കിടക്കും, ഒരുത്തൻ ഒരു കല്ലുകൊണ്ട് അവരുടെ തല ചതച്ചരക്കും. തല നശിച്ചാൽ കല്ല് ഉരുണ്ടുപോകും, തല പൂർവ്വസ്ഥിതി പ്രാപിച്ചാൽ വീണ്ടും കല്ലെടുത്തിട്ട് ചതക്കുന്ന അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ, സമുറത്ത് ബിൻ ജുന്ദുബിൽ നിന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കളവ് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വായും മൂക്കുമൊക്കെ ചെന്നിയിലേക്ക് മുറിച്ച് കീറുകയാണ്, ചോരൊലിക്കുകയാണ്. കാരണം കളവ് പറയലായിരുന്നു അവരുടെ ജോലി. കളവ് പറഞ്ഞെങ്കിൽ ദിഗന്ധങ്ങളെ ഭേദിക്കുമാറായിരുന്നു അവന്റെ കളവിന്റെ ഊക്ക് എന്നാണ്. അപ്പൊ അങ്ങനത്തെ ശിക്ഷ. അപ്പൊ അത്തരം ആത്മാക്കൾ ഖബറിൽ, ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അവരുടെ ആത്മാക്കൾ ആ ശരീരങ്ങൾ നൽകിയിട്ട് ഈ രീതിയിലാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നത് കാണാൻ സാധിക്കും. പറഞ്ഞു വരുന്നത്, അർവാഹിനെ സംബന്ധിച്ചിടത്തോളം അർവാഹിന് എന്തില്ല? നാശമില്ല, മരണമില്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം പറഞ്ഞത്. നരകം എന്താ? നരകത്തെ കുറിച്ചുള്ളത്, നരകത്തിനും നാശമല്ല, സ്വർഗത്തിന് നാശമല്ല, നിത്യവാസത്തിന്റെ ഭവനാണ് എന്ന് നമ്മൾ പറഞ്ഞു. നരകത്തെ സംബന്ധിച്ചിടത്തോളം ഇമാം ഇബ്നു ഹസം അദ്ദേഹത്തിന്റെ അൽ മിലൽ വൻ നിഹൽ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറയാണ്, ഇത്തഫഖത് ഫിറഖുൽ ഉമ്മ കുല്ലുഹ, മുസ്ലിം ഉമ്മത്തിലെ ഇത്തഫഖത് ഫിറഖുൽ ഉമ്മത്തി കുല്ലിഹ, ഈ സമൂഹത്തിലെ എല്ലാ കക്ഷികളും ഏകോപിച്ചൊരു വിഷയമുണ്ട്. അതെന്താണ്? അന്നഹു ലാ ഫനാഅ ലിൽ ജന്നതി വലാ ലിനഈമിഹ, സ്വർഗത്തിനും സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും നാശമില്ല, വലാ ലിന്നാരി വലാ ലിഅദാബിഹ, നരകത്തിനും നരകത്തിന്റെ ശിക്ഷക്കും നാശമല്ല. അതിൽ നിന്ന് ചില വ്യതിചലിച്ച കക്ഷികൾ മാത്രമേ അവർക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നരകം ഇവിടെ ശേഷിക്കും, നരകശിക്ഷയും ശേഷിക്കും, അതിന് നാശമല്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നരകത്തിന്റെ ശിക്ഷക്ക് ഒടുക്കല്ല, നരകത്തിനും ഒടുക്കല്ല.
പക്ഷെ നരക ശിക്ഷ കൊടുക്കല്ല എന്ന് പറയുമ്പോൾ എല്ലാ ശിക്ഷക്കുമല്ല, പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ചിലരുണ്ട്. അവരാരാണ്? വിശ്വാസികളായിട്ടുള്ള പാപികളാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലയുസീബന്ന അഖ്വാമുൻ സഫഉൻ മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള ചില ചുടുകാറ്റ് ചില ആളുകൾക്ക് ഏൽക്കും. ബിദുനൂബിൻ അസാബുഹാ ഉഖൂബതൻ, അവർ ചെയ്ത ചില തെറ്റുകൾക്ക് ശിക്ഷയെന്നോണം. സുമ്മ യുദ്ഖിലുഹുമുല്ലാഹുൽ ജന്ന ബിഫദ്ലി റഹ്മതി, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഔദാര്യത്താൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. യുഖാലു ലഹും അൽ ജഹന്നമിയൂൻ, അവർക്കാണ് ജഹന്നമിയൂൻ എന്ന് പറയപ്പെടുക. അപ്പൊ ജഹന്നമിയൂൻ, ജഹന്നം എന്ന് പറഞ്ഞാൽ നരകാണ്. ജഹന്നമിയൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ജഹന്നമിലേക്ക് നിസ്ബയാണ്. കണ്ട ആളുകൾ, നരകത്തിലെത്തിയ ആളുകൾ എന്നായിരിക്കും അതിന്റെ മാന. എന്താ പ്രശ്നം? അവർക്ക് നരകത്തിന്റെ ചുടുകാറ്റേൽക്കും ശിക്ഷയെന്നോണം. കാരണം അവര് വിശ്വാസികളാണ്, തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹു അവരെന്ത് ചെയ്യും? പുറത്തെടുക്കും. എന്നിട്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ അവർക്ക് നരകശിക്ഷ എന്താണ്? ശാശ്വതമല്ല, അത് താൽക്കാലികമാണ്. ഇതേപോലെ അനസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സഹീഹായ ഹദീസിൽ കാണാം, ഹദീസിന്റെ ലഫ്ദിൽ ഫയുഖ്റജൂൻ വയുത്റഹൂൻ അലാ ബാബി അബ്വാബിൽ ജന്ന, ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? നരകത്തിൽ നിന്ന് പുറത്തെടുക്കും. എന്നിട്ട് വയുത്റഹൂൻ അലാ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിന് മുന്നിൽ, സ്വർഗ കവാടങ്ങൾക്ക് മുമ്പിൽ അവർ എറിയപ്പെടും. ഫയറുഷു അലൈഹിം അഹ്ലുൽ ജന്നത്തിൽ മാ, അപ്പൊ സ്വർഗവാസികൾ വന്നിട്ട് സ്വർഗത്തിലെ വെള്ളം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ മേൽ തെളിക്കും. ഫയംബുതുൻ കമാ യംബുതുൽ ഗുസാ ഫീ ഹിമാലത്തി സൈൽ സുമ്മ യദ്ഖുലൂനൽ ജന്ന. അപ്പോ ഈ സ്വർഗത്തിന് മുന്നിൽ എറിയപ്പെടുന്ന ഈ നരകത്തിൽ നിന്ന് പുറത്തെടുത്ത ആളുകളുണ്ടല്ലോ, അവരുടെ നേരെ സ്വർഗവാസികൾ സ്വർഗത്തിലെ വെള്ളം തെളിച്ചാൽ അവര് അവിടെ നിന്ന് എഴുന്നേൽക്കും, മുളക്കും എന്നാണ്. എങ്ങനെ? മലവെള്ളപ്പാച്ചിലെ ചണ്ടികളിൽ നിന്ന് സസ്യലതാദികൾ മുളക്കുന്നത് പോലെ അവരെന്ത് ചെയ്യും? മുളച്ചെഴുന്നേൽക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സുമ്മ യദ്ഖുലൂനൽ ജന്ന, പിന്നീട് അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ്. മറ്റു ചില ഹദീസുകളിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പിന് ശേഷം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ സ്വർഗത്തിലും നരകാർഹരെ നരകത്തിലും പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്തവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്ന ആളുകളെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറയും. എവിടുന്ന്? നരകത്തിൽ നിന്ന്. ശിർക്ക് ചെയ്യാത്തവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറയും. അങ്ങനെ ഹദീസിന്റെ ലഫ്ദിൽ, സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിന്റെ ലഫ്ദിൽ കാണാം, ഫയഅരിഫൂനഹും ഫിന്നാർ, മലക്കുകൾ നരകത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കണമല്ലോ, നരകം നിറച്ച ആളാ. പക്ഷെ മലക്കുകൾക്ക് നരകത്തീയിൽ നിന്ന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശിർക്ക് ചെയ്യാത്തവരെ തിരിച്ചറിയാൻ കഴിയും. എങ്ങനെ തിരിച്ചറിയും? യഅരിഫൂനഹും ബിഅസരി സുജൂദ്, സുജൂദിന്റെ അടയാളം കണ്ടിട്ടായിരിക്കും അവർ അവരെ തിരിച്ചറിയുക. തഅകുലുൻ നാറു മിൻ ഇബ്നി ആദം, മനുഷ്യനിൽ നിന്ന് നരകത്തീ തിന്നും, ഇല്ല അസറ സുജൂദ്, സുജൂദിന്റെ അടയാളം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നരകത്തീ തിന്നുമെന്നാണ്. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഹറമല്ലാഹു അലൻ നാരി അൻ തഅകുല അസറ സുജൂദ്, സുജൂദിന്റെ അസർ അടയാളം ഉണ്ടല്ലോ, അത് നരകത്തീ തിന്നുന്നതിനെ തൊട്ട് അള്ളാഹു അതിനെ ഹറാമാക്കിയിരിക്കുന്നു. ഫയുഖ്റജൂൻ മിനന്നാർ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശിർക്ക് ചെയ്യാത്തവർ നരകത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടും. വഖദും ഇംതഹശു ഫയുസബ്ബു അലൈഹിം മാഉൽ ഹയാ ഫയംബുതൂന മിൻഹു കമാ തംബുതു ലഹബ്ബതു ഫി ഹമീലിസ് സൈൽ, അതേപോലെ മാഉൽ ഹയാത്ത് അവരുടെ മേൽ തെളിക്കും. കാരണം അവരാകെ കരിഞ്ഞിരിക്കുകയാണ്. സുജൂദിന്റെ അടയാളം മാത്രമാണ് കരിയാത്തത്. അത് കണ്ടിട്ടാണ് മലക്കുകൾ അവരെ പുറത്തെടുക്കുക. എന്നിട്ട് അവർ നരകത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ മാ ഉൽ ഹയ, ജീവജലം എന്ന് പറയില്ലേ, അതാണ് സ്വർഗത്തിലെ പാനീയം, അത് കൊണ്ടുവന്നിട്ട് അവരുടെ മേൽ തെളിക്കും. അപ്പോൾ ഈ ഹമീൽ സെയിൽ, മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ അവർ ഉയർത്തെഴുന്നേൽക്കും, അവർ ജീവിക്കും. അങ്ങനെ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമ്മുടെ വിഷയം അതെന്താ? നരകം നശിക്കൂല, നരകശിക്ഷക്കും നാശല്ല. പക്ഷെ നരകശിക്ഷ നശിക്കാതുള്ളത് ആർക്കാണ്? നരകത്തിലെ നിത്യവാസികൾക്കാണ്, അവിശ്വാസികൾക്കാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. എന്നാൽ നരകത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ശിർക്ക് ചെയ്യാത്ത പാപികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകശിക്ഷക്ക് അന്ത്യമുണ്ട്. അവർ
നരകത്തിൽ നിന്ന് മോചിതരാകും. എന്നാൽ നരകം, അതിലെ നിത്യവാസം അർഹിക്കുന്ന അവിശ്വാസികളാകുന്ന പാപികൾ, അവരുടെ ശിക്ഷ നിത്യമാണ്, നൈതികമാണ്. അവർക്കാണ് ശാശ്വതത്വം പറഞ്ഞിട്ടുള്ളത് നരകത്തിനും. അപ്പോൾ ചില വസ്തുക്കൾ, അള്ളാഹുവിൻ്റെ പടപ്പുകൾ, അതിൽ ചിലത് നശിക്കാതെ മരിക്കാതെ ഇവിടെ ഉണ്ടാകും. ഹൂറ്, വിൽദാൻ, സ്വർഗം, നരകം, സ്വർഗീയാനുഗ്രഹം, നരകത്തിലെ ശിക്ഷ. അതേപോലെ തന്നെ അർവാഹുകൾ, അതേപോലെ നബിമാരുടെ ഭൗതിക ശരീരങ്ങൾ, അർവാഹുകൾ മൊത്തത്തിൽ നബിമാരുടെ ഭൗതിക ശരീരങ്ങൾ, ഇതേപോലെ അള്ളാഹുവിൻ്റെ അർഷ്, ഇവക്കൊന്നും, അതേപോലെ കുർസി, അർഷ്, കുർസി, ഇങ്ങനെയുള്ള പടപ്പുകൾക്ക് നാശമല്ല, മരണമല്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗം, ഇതൊക്കെ നശിക്കാതെ മരിക്കാതെ നിൽക്കുന്നത് അള്ളാഹു ശേഷിപ്പിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു നശിപ്പിക്കാതെ ശേഷിപ്പിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ മശീഅത്തിന് കീഴിലാണ് ഇതൊക്കെ. അള്ളാഹു ഉദ്ദേശിച്ച അതിനെ നശിപ്പിക്കാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കാതെ ശേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു സ്വയം പര്യാപ്തനായതുകൊണ്ടാണ്. ആരെങ്കിലും ശേഷിപ്പിച്ചിട്ടല്ല അള്ളാഹു ശേഷിക്കുന്നത്. എന്നാൽ അള്ളാഹു ശേഷിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ വസ്തുവകകൾ, ഈ സൃഷ്ടികൾ ശേഷിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പടപ്പുകളാണ്. പടച്ച തമ്പുരാൻ ശേഷിപ്പിക്കുന്നത് കൊണ്ട് ശേഷിക്കുന്നു. അള്ളാഹു പടച്ച റബ്ബാണ്. അവൻ സ്വയം പര്യാപ്തനായതുകൊണ്ട് അവൻ ധന്യനാണ്. അവൻ മരണമില്ലാതെ നാശമില്ലാതെ അവൻ ഇവിടെ ശേഷിക്കുന്നവനാണ്. അള്ളാഹു അൽ ആഖിറാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അവ്വലാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിന്റെ മറ്റൊരു നാമം ഇവിടെ നമ്മൾ മനസ്സിലാക്കും. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സത്യദീനിനെ യഥാവിധം മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്കും തുണയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവന്റെ ഈ ദീനിൽ നമുക്കെല്ലാവർക്കും ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിനെ അള്ളാഹു ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഈ പുണ്യത്തിന്റെ സദസ്സിൽ ഈ അനുഗ്രഹീത സമയം നമ്മൾ കൂടിയിരുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി സ്വർഗ്ഗത്തിൽ ഒത്തുകൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന്റെ മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട ഖബറിടം അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ അള്ളാഹു നമുക്ക് ഇഹത്തിലും പരത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ അഫുവും ആഫിയത്തും നമുക്ക് കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها. اللهم احفظ لهذه البلاد رجال أمنها. اللهم احفظ لهذه البلاد قيادتها وعقيدتها إنك ولي ذلك والقادر عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.